ഇത് ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രം കാണാനായിട്ടൊരു ട്രിപ്പ് പോയായിരുന്നു. ആ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ട്രിപ്പിൽ ഞാനും എൻ്റെ ഒരു ചേട്ടനും പിന്നെ ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ട്രിപ്പ് പോയത്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് രാജാക്കാട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. രാജാക്കാട് നിന്ന് മധുരയ്ക്ക് 150 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ക്ലോസ് ടു തമിഴ്നാടാണ്. അപ്പം അതൊരു അഡ്വാൻറ്റേജാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് കമ്പംമേട് കൂടിയിട്ടാണ്. ഈ പോകുന്ന യാത്രയൊക്കെ അടിപൊളിയാട്ടോ, കാരണം ട്രാഫിക്കൊക്കെ വളരെ കുറവാണ് അങ്ങോട്ടേക്കുള്ള ഇത്. പിന്നെ അത്യാവശ്യം നല്ല വെതറും ആയിരുന്നു. ഞങ്ങളുടെ ഹൈ റേഞ്ചുകാർക്ക് അത്യാവശ്യം നല്ലൊരു വെതറാണ് ശരിക്കും. പിന്നെ സണ്ണി ഡേ ആയിരുന്നു. പിന്നെ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ചൂടായി. പിന്നെ അവിടുത്തെ റോഡുകൾ ഭയങ്കര വലിപ്പമുള്ളതും ഫ്ലാറ്റും ഭയങ്കര സ്ട്രെയിറ്റും ആയിട്ടുള്ള റോഡുകളാണ്. അതുകൊണ്ട് യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അത് കണ്ടപ്പം നമുക്ക് ഭയങ്കര ഒരു ആശ്ചര്യമാണ്. കാരണം ഇത്രയും മനോഹരമായിട്ട് കല്ലിൽ ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അന്നത്തെ കാലത്ത് ടെക്നോളജിയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ എത്രത്തോളം ആൾക്കാർ എന്തോരം എഫോർട്ട് എടുത്തിട്ടാണ് ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളത്. കല്ലിന്മേൽ കൊത്തി കൊത്തി അത് സ്വന്തം കൈകൊണ്ട് തന്നെ കുത്തിയെടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു വർക്കാണ് അവിടെ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ആ ഒരു ഏരിയയുടെ കൾച്ചറും ആ ഒരു രീതി തന്നെ കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഈ സ്തൂപം അവിടെ മധുരയിലൊരു നല്ല ഏരിയയിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ സ്തൂപം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ വിസിറ്റ് ചെയ്ത് ഉള്ളിൽ കയറി നല്ലപോലെ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് രാജാക്കാട്ടേക്കുള്ള യാത്ര തിരിച്ചു. തിരിച്ചു പോകുമ്പം സന്ധ്യാവാറായിരുന്നു. അപ്പം നല്ല ഒരു എന്താ പറയുന്നൊരു സായാഹ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സ്കൈ ഒക്കെ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് കാണാൻ പറ്റി. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ അവിടെ കുറേ ഒരു കാറ്റാടി യന്ത്രങ്ങൾ ഉള്ള ഒരു പാടശേഖരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്.